ഹലോ ഡിയേഴ്സ്, എന്തിൻ്റെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഒരു റാഗി പാൻകേക്ക് റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഈ പാൻകേക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. എന്നാൽ നമുക്കിനി വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഈ റാഗി ബനാന പാൻകേക്ക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിലേക്കായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു പഴമാണ്. ഇവിടെ ഞാനൊരു റോബസ്റ്റയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ്. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് അരിഞ്ഞ് നമ്മുടെ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പഴം എടുത്താൽ മതി. വളരെ ചെറിയ പഴമാണെങ്കിൽ 2 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ്. സ്പ്രൗട്ടഡ് റാഗി പൗഡർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നോർമൽ റാഗി പൗഡർ ഉപയോഗിക്കാം. പക്ഷേ സ്പ്രൗട്ടഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ അളവെന്ന് പറയുന്നത് 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് അതേ അളവിൽ തന്നെ നമ്മുടെ ഹോൾ വീറ്റ് ആട്ടയാണ്. അതായത് 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ ഹോൾ വീറ്റ് ആട്ട. ഇനി മധുരത്തിനായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് ശർക്കരയാണ്. 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങളുടെ ഈ ഒരു ശർക്കരയുടെ അളവ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ബനാനയ്ക്കും അത്യാവശ്യത്തിന് നല്ല മധുരം ഉണ്ടാവും. അടുത്തതായിട്ട് ചേർക്കുന്ന 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഈ ഒരു റാഗിയും ബനാനയും ചേർക്കുമ്പോഴത്തേക്കും കൊക്കോയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല ചോക്ലേറ്റി ഫ്ലേവർ വരും. അപ്പോൾ അത് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവും. അതുകൊണ്ടാണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കൊക്കോ പൗഡർ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് നോർമൽ റാഗി ബനാന പാൻകേക്ക്സ് തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ചോക്ലേറ്റി ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ ഈ കൊക്കോ പൗഡർ ചേർക്കാവുന്നതാണ്. അടുത്ത് വേണ്ടത് 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ. സിനമൺ പൗഡർ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം ബനാന ഉള്ള റെസിപ്പീസിലൊക്കെ ഈ സിനമൺ പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ അതിന് കിട്ടും. സിനമൺ എന്ന് പറയുന്നത് നമ്മുടെ പട്ട പൊടിച്ച പൊടിയാണ്. അടുത്ത് ചേർക്കുന്നത് ഒരു മുട്ടയാണ്. ഇത് അത്യാവശ്യം വലിയൊരു മുട്ടയാണ്. അതുകൊണ്ടാണ് 1 ചേർക്കുന്നത്. വളരെ ചെറിയ നാടൻ കോഴിയുടെ മുട്ടയൊക്കെ ആണെങ്കിൽ 2 നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ മുട്ടയുടെ മഞ്ഞ മാത്രമാണ് ഞാൻ മിക്സർ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ബൗളിൽ എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ വെള്ളം എടുക്കുന്ന ബൗളെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളത് പതപ്പിക്കുമ്പം ശരിക്കും പതഞ്ഞ് വരില്ല. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മുടെ മിക്സർ ജാറിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പാലാണ്. ഇപ്പം ഈ ഒരു റെസിപ്പിയിൽ ഞാൻ പാല് ചേർക്കുമ്പം നല്ലൊരു റിച്ച് ഫ്ലേവർ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് പാല് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം ചേർത്തും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് സ്മൂത്ത് ബാറ്ററാക്കി എടുക്കാം. അതായത് ഇപ്പം നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ദോശ ബാറ്ററാണ്. ഈ ഒരു പാൻകേക്കിൽ നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പാൻകേക്ക്സ് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദോശ ബാറ്റർ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അധികം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ എഗ് വൈറ്റ്സ് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ വയർ വിസ്ക് ഉപയോഗിച്ചാണ് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വയർ വിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോർക്ക് ഉപയോഗിച്ചും നന്നായിട്ട് പതപ്പിക്കാവുന്നതാണ്. പക്ഷേ ഫോർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സമയം നിങ്ങൾക്ക് വേണ്ടി വരും. വിസ്ക് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് പതപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിനു മുൻപ് 2 തരത്തിലുള്ള പാൻകേക്ക്സ് റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആപ്പിൾ കൊണ്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള ഹോൾ വീറ്റ് പാൻകേക്ക്സും നമ്മൾ റെസിപ്പി ചെയ്തിട്ടുണ്ട്. 2ലും നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആ റെസിപ്പീസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ബാറ്ററിലോട്ട് ഫോൾഡ് ചെയ്ത് ചേർക്കാം. ഒരുപാട് വിഗറസ് ആയിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ എടുക്കുക.
അങ്ങനെ നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിലേക്കായിട്ട് ഞാനൊരു അയൺ തവയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അയൺ തവ ആദ്യം ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്ന കുക്കിംഗ് യുട്ടൻസിൽസിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പലരും നമ്മുടെ പാൻ കേക്ക് റെസിപ്പി കണ്ടിട്ട് ഈ അയൺ തവ എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം. ഇപ്പം നമ്മുടെ അയൺ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായ അയൺ തവ നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ബാറ്റർ ഒഴിക്കാനായിട്ട്. ഒരു 30 to 40 സെക്കൻഡ്സ് ആകുമ്പോൾ തന്നെ ഇതുപോലെ നല്ല ഹോൾസ് വന്നു തുടങ്ങും. റാഗി എന്ന് പറയുന്ന ഒരു വണ്ടർ ഗ്രെയിൻ അല്ലെങ്കിൽ സൂപ്പർ ഫുഡ് എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രെയിനാണ്. ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതാണ്. കാൽഷ്യമിലൊക്കെ വളരെയധികം റിച്ച് ആണ്. മാത്രമല്ല ഗുഡ് കാർബോഹൈഡ്രേറ്റ്സും അമിനോ ആസിഡ്സും വൈറ്റമിൻ ഡിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രെയിനാണ്. അപ്പോൾ അത് കുട്ടികളുടെയും അതുപോലെ തന്നെ മുതിർന്നവരുടെയും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരുപോലെ നല്ല കാര്യമാണ്. കുട്ടികളുടെ ഡയറ്റിൽ നമ്മളിത് ആദ്യം തൊട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഗ്രെയിനാണ്. പക്ഷേ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുക്കായിട്ടൊന്നും കുട്ടികളത് കഴിക്കില്ല. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള സ്നാക്സ് ആയിട്ടാണ് അവരുടെ ഡയറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന് മുൻപ് നമ്മൾ ഇതുപോലെ തന്നെ റാഗി കൊണ്ട് മറ്റൊരു സ്നാക്സ്, അതായത് ഒരു ബിസ്ക്കറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ചെറുതായിട്ട് കുക്കായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ട ശേഷം ഇതുപോലൊരു അടപ്പ് വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 30 to 40 സെക്കൻഡ്സ് ഇങ്ങനെ അടച്ച് കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് തുറന്ന് നോക്കുക. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ടാവും. നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് സെർവ് ചെയ്യാനായിട്ട്, അതായത് എടുക്കാൻ തയ്യാറായി എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു ചെറിയ ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യും അത്. അത് കഴിഞ്ഞ് നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരം നിങ്ങൾക്ക് പാൻകേക്ക്സ് ടേസ്റ്റ് ചെയ്തപ്പോൾ മധുരം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം ഹണി ചേർത്തിട്ട് നിങ്ങൾക്കത് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ അല്പം ബനാനയുടെ പീസസും കൂടി വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള റാഗി ബനാന പാൻകേക്ക്സ് തയ്യാറായിട്ടുണ്ട്. മറ്റ് പാൻകേക്ക് റെസിപ്പി നമ്മൾ 2 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഇവിടെയുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.